ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു സാധനമാണ് ചപ്പാത്തി. ചപ്പാത്തി എങ്ങനെ കൊടുത്താലും കഴിച്ചോളും കേട്ടോ, കറിയില്ലാതെ കറി കൂട്ടിയോ. പക്ഷേ നമുക്ക് ഇന്ന് ഇതിൽ കറി വെക്കാം. സോയാ ചങ്ക്സ് വെച്ച് നല്ലൊരു കറി ഉണ്ടാക്കാം. എല്ലാവർക്കും അറിയാം, എന്നാലും അറിയാത്ത ഏതെങ്കിലും ഒരു കൂട്ടുകാർക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ആദ്യം തന്നെ ചട്ടിയൊക്കെ വെച്ചു, അതിൻ്റെ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് ഇത് ഞാൻ 3 സവാളയായിട്ട് എടുത്തിരുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് എന്താണ്ട് ഈ നല്ല ഗോൾഡൻ കളർ ആവണം കേട്ടോ, എന്നാലും നമ്മുടെ കറിക്ക് ഒരു ടേസ്റ്റൊക്കെ വരത്തുള്ളൂ. അതൊക്കെ നന്നായിട്ട് വഴറ്റിയിട്ട് ചേർക്കാനുള്ള പൊടിയാണ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി. ഞാൻ ശകലം ചിക്കൻ മസാലയോടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അതോടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് വരട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഇന്നത്തെ 2 തക്കാളിയായി ഇപ്പോൾ ചേർത്തേക്കുന്നത്. നമുക്ക് ആവശ്യാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതൊക്കെ ഒന്ന് വരട്ടി വെച്ചിട്ട് സോയാ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ്, ഇത് രണ്ടും ഞാൻ ശകലേച്ച് ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ തക്കാളി ഇത്രയായാലും മതി. അതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി അവിടെ ഇരുന്ന് വേവുമ്പോഴത്തേക്ക് നമുക്ക് ചപ്പാത്തിയൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് പരത്തിയെടുത്തൊന്ന് ചുടണം. ചപ്പാത്തിക്ക് ഞാനിപ്പോൾ പരത്തുന്നത് അരിപ്പൊടി വെച്ചിട്ടൊന്ന് പരത്തി നോക്കണം കേട്ടോ, പെട്ടെന്ന് തന്നെ പരന്ന് കിട്ടുകയും ചെയ്യും. കല്ലിലോട്ട് ഒട്ടും കരിഞ്ഞു പോത്തതുമില്ല. എന്നാൽ നമ്മുടെ സോയാബീനൊക്കെ റെഡിയായി. മല്ലിയിലയൊക്കെ തൂവി നല്ല അടിപൊളി സോയാ കറി കേട്ടോ. അപ്പത്തിൻ്റെ കൂടോ ഇടിയപ്പത്തിൻ്റെ കൂടോ എല്ലാം അടിപൊളിയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ വരെ നല്ല അടിപൊളിയാണ്. അങ്ങനെ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കാം. നെയ്യൊക്കെ ഒഴിച്ച് നല്ല ചപ്പാത്തി കേട്ടോ. കരിഞ്ഞു പോയ പുകയൊന്നും അല്ല കേട്ടോ വരുന്നത്. നമുക്ക് നെയ്യൊക്കെ തൂക്കുമ്പോൾ ഇങ്ങനെ ഒരു പുക വരും. അതാരും പേടിക്കണ്ട. നമ്മുടെ ചപ്പാത്തി റെഡിയായി, നമുക്കിനി കഴിക്കാം. അങ്ങനെ നല്ല ചപ്പാത്തിയും നല്ല സോയാ കറിയൊക്കെ കൂട്ടിയിട്ട് നമുക്കങ്ങോട്ട് കഴിക്കാം. ഇതിനകത്ത് ഇത്തിരി ചാറൊക്കെ വേണമെങ്കിൽ ചാറാക്കാം കേട്ടോ, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഇച്ചിരിയും കൂടെ നമുക്ക് നല്ലതാക്കി എടുക്കാം. ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ. ടാറ്റാ.